മെന്റലിസം മാജിക് എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യിക്കാനുള്ളതാണ്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഞാൻ സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉണർന്നു കഴിയുമ്പോൾ പൃഥ്വിരാജ്, മോഹൻലാൽ, ടൊവിനോ ആൻഡ് മമ്മൂട്ടി ഇവരെയൊക്കെ നിങ്ങൾ കാണാൻ പോവാണ്. വേക്കപ്പ്. ആരെയൊക്കെ കാണുന്നത്? ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, സ്ലീപ്പ്, സ്ലീപ്പ്. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇമാജിൻ ചെയ്യാം. നിങ്ങളൊരു ബീച്ചിലിരിക്കുന്നു, നിങ്ങളുടെ അടുത്തേക്ക് ജ്യൂസ് വിൽക്കാനായിട്ട് ഒരാൾ വരികയാണ്. നിങ്ങൾ ജ്യൂസ് അയാളിൽ നിന്ന് വാങ്ങുന്നു. ഞാൻ സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും നേരെ ആ ജ്യൂസ് വാങ്ങുകയാണ്. ദെൻ മെല്ലെ നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുകയാണ്. ജ്യൂസിന് 40 രൂപ നിങ്ങളുടെ പേഴ്സിനകത്തുനിന്ന് നിങ്ങളെടുത്ത് അവർക്ക് കൊടുക്കാൻ പോകണം. ഞാൻ ടച്ച് ചെയ്യുന്ന സമയത്ത് 1-നും 9-നും ഇടയിൽ ഞാൻ കൗണ്ട് ചെയ്യുന്ന സമയത്ത് 7 എന്ന് പറയുന്ന നമ്പർ കംപ്ലീറ്റ് ആയിട്ട് ഈ ബ്രെയിനിൽ നിന്ന് ഡിലീറ്റ് ആകുകയാണ്. വേക്കപ്പ്. പറഞ്ഞേ. 1 2 3 4 5 6 7 7 ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മെന്റലിസം മാജിക് എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യിക്കാനുള്ളതാണ്, നമ്മളെ പേടിക്കാനുള്ളതല്ല. പക്ഷെ എന്റെ ഷോസ് കാണാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചോളം അതിനകത്ത് തമാശകളുണ്ട്, പേടിക്കുന്ന കാര്യങ്ങളുണ്ട്, എന്നാൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്, മിസ്റ്ററീസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരു സ്ക്രിപ്റ്റിനകത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യുമ്പോഴാണ് ആ ഷോ പേടിക്കുന്ന പോലെ അല്ലെങ്കിൽ തമാശയാണെന്ന് തോന്നും, എല്ലാം തോന്നും. അതെ, ആക്ച്വലി ക്യൂരിയോസിറ്റി ആണ് കേട്ടോ ഇത് നമ്മളായിട്ട് ബിൽഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ഹിപ്നോട്ടിക് സാധനത്തിലേക്ക് പോകാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് സ്ലീപ്പ് ആൻഡ് ഡീപ്പർ ആൻഡ് ഡീപ്പർ. ഞാൻ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൈകൾ മെല്ലെ റിലീസ് ചെയ്യാം. ഓപ്പൺ യുവർ ഐസ്. കൈ ഇപ്പൊ റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? I'm trying. It's too difficult? Yes. It's too difficult? ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റും. എക്സലൻറ്റ്. കൈ നല്ല ലാപ്പിൽ വയ്ക്കുക, 2 കൈയും ലാപ്പിൽ വയ്ക്കുക. എന്നിട്ട് കൈ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഒരു കൈ ഫേസ് അപ്പ് ആയിട്ടും ഒരു കൈ ഫേസ് ഡൗൺ ആയിട്ടും. ഇപ്പോൾ ഇമാജിൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഇതിലൊരു ഹെവി ബ്രിക്ക് എടുത്ത് വെച്ചിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. നമ്മൾ വീടൊക്കെ പണിയാൻ പോകുന്ന ഒരു ബ്രിക്ക് എടുത്ത് വെച്ചിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ഒരു ബ്രിക്ക് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ഈ കയ്യിൽ ഇനി ഒരു ഹൈഡ്രജൻ ബലൂൺ പിടിക്കുന്നു. പിടിച്ചു. ഹൈഡ്രജൻ ബലൂൺ, ഇതിലൊരു ഹൈഡ്രജൻ ബലൂൺ ഇങ്ങനെ പിടിച്ചു. ക്ലോസ് യുവർ ഐസ്. ക്ലോസ് യുവർ ഐസ്. ഇനി ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയുമാണ്. ബ്രിക്സ് ഹെവിയർ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ വെയിറ്റ് നിങ്ങളുടെ കയ്യിൽ ഫീൽ ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. അതിൻ്റെ വെയിറ്റ് ഫീൽ ചെയ്യുന്നു. ദെൻ ഹൈഡ്രജൻ ബലൂൺ മുകളിലേക്ക് നിങ്ങളുടെ കൈയെ പറത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ദ ബ്രിക്സ് ഹെവിയർ ആണ്. ബ്രിക്സ് ഹെവിയർ ആണ്. ഹൈഡ്രജൻ ബലൂൺ നേരെ മുകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഹൈഡ്രജൻ ബലൂൺ നിങ്ങളെ കൈ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് റിലാക്സ്. ഹൈഡ്രജൻ ബലൂൺ ഹെവിയർ ആയിട്ട് മുകളിലേക്ക് പോകുന്നു. ഇപ്പോൾ എക്സ്ട്രാ ഒരു ബ്രിക്ക് കൂടി ഞാൻ ഈ കയ്യിലേക്ക് വെക്കുന്നു. എക്സ്ട്രാ ഒരു ബ്രിക്ക് കൂടി ഞാൻ കയ്യിലേക്ക് വെക്കുന്നു. ദെൻ ഒരു ഹൈഡ്രജൻ ബലൂൺ ഇവിടെ തരുന്നു. ഇവിടെ ഒരു ഹൈഡ്രജൻ ബലൂൺ ഇവിടെ തരികയാണ്. ഇപ്പോൾ നിങ്ങളുടെ പവർ കുറച്ചുകൂടെ കൂടി നിങ്ങളുടെ ഹൈഡ്രജൻ ബലൂൺ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ബ്രിക്ക് കംപ്ലീറ്റ് താഴേക്ക് വെയിറ്റ് കൂടിയിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എക്സലൻറ്റ്, പെർഫെക്റ്റ്. സ്ലോലി കണ്ണ് മാത്രം ഒന്ന് തുറക്കാം. സ്ലോലി കണ്ണ് മാത്രം. ആൻഡ് ബ്രിക്ക് ഇവിടെയാണ് ഇരിക്കുന്നത്, ഹൈഡ്രജൻ ബലൂൺ ഇവിടെയാണ് ഇരിക്കുന്നത്. ബ്രിക്ക് ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇത്രയും താഴേക്ക് പോയി. ദെൻ ഹൈഡ്രജൻ ബലൂൺ ഇവിടെ. നിങ്ങളുടെ 2 കൈകളും താഴേക്ക് മുകളിലേക്ക് പോയി. ആൻഡ് റിലാക്സ്, റിലാക്സ്. ഇനി ഈ കൈ ഇങ്ങനെ തന്നെ ഈ കൈയുടെ ഈ ഒരു പോയിന്റിലേക്ക് മാത്രം മൈൻഡ് ഫോക്കസ് ചെയ്യാം. ഈ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് മാത്രം മൈൻഡ് ഫോക്കസ് ചെയ്യാം. ദെൻ ഇത് കണ്ണിനോട് ചേർന്ന് വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ഇത് കണ്ണിനോട് ചേർന്ന് വരുന്ന സമയത്ത് താങ്കൾ കംപ്ലീറ്റ്ലി സ്ലീപ്പ് ചെയ്യും. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, സിങ്കിങ്, ഡ്രിഫ്റ്റിംഗ് ആൻഡ് ഫ്ലോട്ടിംഗ് ആൻഡ് ഡീപ്പർ and deeper sleep, sinking, drifting and floating and deeper sinking, drifting and floating and deeper. Then കൈ ഭയങ്കര ഈസി ആയിട്ട് ഇങ്ങനെ വെച്ച് കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്തേ. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. എൻ്റെ കണ്ണിലേക്ക് മാത്രം ശ്രദ്ധിക്കും. ഞാൻ 3 എന്ന് പറയുന്ന സമയത്ത് താങ്കൾ സ്ലീപ്പിലേക്ക് പോകും. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, 1 2 and sleep, sinking, drifting and floating and deeper and relax.
ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങളൊരു മനോഹരമായ ബീച്ചിലാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളൊരു ബീച്ചിലിരിക്കുന്നു, നിങ്ങൾ സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്, പക്ഷേ തിരമാലകൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുമ്പിലേക്ക്. കാലിലേക്ക് വന്ന തിരമാലകൾ വന്ന് ഇങ്ങനെ അടിക്കുന്നുണ്ട്. സ്ലോലി നിങ്ങളുടെ അടുത്തേക്ക് ജ്യൂസ് വിൽക്കാനായിട്ട് ഒരാൾ വരികയാണ്. നിങ്ങൾ ജ്യൂസ് അയാളിൽ നിന്ന് വാങ്ങുന്നു. ഞാൻ സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും എണീറ്റ് കണ്ണ് തുറക്കുന്നില്ല, നേരെ ആ ജ്യൂസ് വാങ്ങുകയാണ്. then മെല്ലെ നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുകയാണ്. ജ്യൂസ് നിങ്ങൾ വാങ്ങിക്കൂ. സ്ലോലി ഇഷ്ടപ്പെട്ട ജ്യൂസ് ഏതാണോ അത് നിങ്ങൾ കുടിക്കുന്നു. സ്ട്രോ ഇട്ട് നിങ്ങൾ മെല്ലെ കുടിക്കുകയാണ്. ഏറ്റവും ആസ്വദിച്ച് നല്ല തണുപ്പുള്ള ആ ജ്യൂസ് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്വദിച്ചോളൂ. സൂര്യപ്രകാശത്തിൻ്റെ ചൂടും തിരമാലകളുടെ കാറ്റും ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്നു. പെർഫെക്റ്റ്, എക്സലൻറ്റ്. ആൻഡ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. നല്ല തണുത്ത കാറ്റ്, കംപ്ലീറ്റ്ലി തണുത്ത കാറ്റ്. ഇപ്പം നിങ്ങൾ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഗ്ലാസ് മെല്ലെ ആ മണ്ണിലേക്ക് വെക്കാൻ പോവാണ്. നിങ്ങൾ മണ്ണിലേക്ക് വയ്ക്കുക. ജ്യൂസിന് 40 രൂപ നിങ്ങളുടെ പേഴ്സിനകത്തു നിന്ന് നിങ്ങളെടുത്ത് അവർക്ക് കൊടുക്കാൻ പോവാണ്. എക്സലൻറ്റ്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ആൻഡ് റിലാക്സ്. ഞാൻ വെറുതെ സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെല്ലെ ഓപ്പൺ ചെയ്യും നിങ്ങളുടെ കണ്ണുകൾ. എൻ്റെ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. നിങ്ങൾ കുറച്ച് നേരം ഇമാജിനേഷൻ ലോകത്തേക്ക് പോയി. റൈറ്റ്? ജ്യൂസ് കുടിച്ചോ? ജ്യൂസ് കുടിച്ചോ? ഓക്കെ, ഓറഞ്ച് ജ്യൂസ്. ഓക്കെ, കൈ തന്നെ. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. എൻ്റെ കണ്ണിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. 1, 2 and 3. Sleep. Sinking, drifting and floating and deeper and relax. Sinking, drifting and floating and deeper and deeper. Relax here complete and sleep. Sinking, drifting and floating and deeper and relax. നിങ്ങൾ അന്റാർട്ടിക്കയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുകയാണ്. നിങ്ങളിപ്പോൾ പറന്ന് അന്റാർട്ടിക്കയിലെത്തി കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞുമലകളും കുറേയധികം പെൻഗ്വിൻ കുഞ്ഞുങ്ങളെയും ഒക്കെ കണ്ട് അവയ്ക്ക് ചുറ്റിൽ വളരെ എനർജറ്റിക് ആയിട്ട് കൗതുകത്തോടെ ആദ്യമായി കാണുന്ന കാഴ്ച പോലെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് പെൻഗ്വിൻ കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റും. തൂവെള്ള പോലെ വിരിഞ്ഞു കിടക്കുന്ന മനോഹരമായ മഞ്ഞ് പാളികൾ. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് വരികയാണ്. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ശരീരത്തിലേക്ക് കംപ്ലീറ്റ് തണുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തണുപ്പ് നിങ്ങളെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ സ്നാപ്പ് ചെയ്യുമ്പോഴും ആ തണുപ്പിൻ്റെ കാഠിന്യം കൂടി കൂടി വരുന്നു. എക്സലൻറ്റ്. ഇപ്പം നന്നായി കയ്യിലൊക്കെ കുളിരുകളൊക്കെ വരുന്നുണ്ട്. ബുക്ക് ബംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് തണുക്കുന്നു. ഞാൻ ഒരുപാട് ഹാർഡായിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തണുപ്പിൻ്റെ കാഠിന്യം കൂടി വരും. പെർഫെക്റ്റ്. നല്ല തണുപ്പാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി പെൻഗ്വിൻസിനോടൊപ്പം നിങ്ങൾ തണുത്ത് വിറച്ച് ആ കൗതുകങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് നിങ്ങൾ തണുക്കുകയാണ്. ഒന്നുകൂടി ഞാൻ സ്നാപ്പ് ചെയ്യുമ്പോൾ ഹെവിയർ ആകാം. എക്സലൻറ്റ്. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ആൻഡ് റിലാക്സ്. ഞാൻ ഈ ടച്ച് ചെയ്യുന്ന സമയത്ത് 1 നും 9 ഇടയിൽ ഞാൻ കൗണ്ട് ചെയ്യുന്ന സമയത്ത് 7 എന്ന് പറയുന്ന നമ്പർ കംപ്ലീറ്റ് ആയിട്ട് ഈ ബ്രെയിനിൽ നിന്ന് ഡിലീറ്റ് ആകുകയാണ്. 1, 2, 3, 4, 5, 6, 7 എന്ന് പറയുന്ന നമ്പർ ഇനി ഉണ്ടാവില്ല. 6 കഴിഞ്ഞാൽ 8 എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഈ ടച്ച് ചെയ്യുന്ന ആൾ മാത്രം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് റിലാക്സ്. ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ തലയിൽ തട്ടുകയാണ്. ആ സമയത്ത് 7 എന്ന് പറയുന്ന നമ്പർ കംപ്ലീറ്റ്ലി ഗോൺ. ഓൺ ദി കൗണ്ട് ഓഫ് 3, പ്ലീസ് വേക്ക് അപ്പ്. വേക്ക് അപ്പ്. ഹൗസ് യു ഫീൽ? അന്റാർട്ടിക്കയിൽ പോയോ? നന്നായി തണുത്തോ? ശരിക്കും നന്നായിട്ട് തണുത്തു. ഓക്കെ, ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ആദ്യം മുതൽ നമ്മൾ യാത്ര ചെയ്ത് ഇങ്ങനെ വന്നു ഇല്ലേ? 6 + 1 എത്രയായിരിക്കും? 7. കൈ ഫിംഗേഴ്സ് ഇങ്ങനെ പിടിച്ച്.
ഇത് കൗണ്ട് ചെയ്താൽ 1 പറഞ്ഞേ 1 2 3 4 5 6 7 8 9 10. Sleep. Sinking, drifting and floating and deeper and deeper. Sinking, drifting and floating and deeper and deeper. ഞാൻ മെഹറിനെ ഇങ്ങനെ ടച്ച് ചെയ്യാണ്. മെഹറിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് മെഹറിന് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ വോയിസസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മെഹറിനെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് വസ്തുക്കൾക്ക് ഭയങ്കരമായ ഭാരം അനുഭവപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യും. ഒരിക്കലും ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തത്ര ഹെവിയർ വെയിറ്റർ ആയിട്ട് മാറും. ഇത് എനിക്ക് ഈസി ആയിട്ട് ടേബിളിൽ വയ്ക്കാം. ഇത് എനിക്ക് ഈസി ആയിട്ട് ഉയർത്താൻ സാധിക്കും. ഞാൻ ഓരോ പ്രാവശ്യം ടച്ച് ചെയ്യുന്ന സമയത്ത് മെഹറിന് ഒരു കാരണവശാലും ഇത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ലിഫ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കംപ്ലീറ്റ്ലി ഗോൺ ഇൻ യുവർ ബ്രെയിൻ. ജസ്റ്റ് ഫിംഗർ കൊണ്ടുവരിക, ദെൻ ട്രൈ ചെയ്യുക. ഇത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും മെഹറിന് സാധിക്കില്ല. ഇമ്പോസിബിൾ. ഇത് ഹെവിയർ ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇത് ടു ഹെവിയർ. ഓരോ പ്രാവശ്യം ടച്ച് ചെയ്യുമ്പോഴും അത് ഭയങ്കര വെയിറ്റ് ഫീൽ ചെയ്യും. ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇമ്പോസിബിൾ. ഒരിക്കൽ കൂടി ഞാൻ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി ആ ടേബിളിലേക്ക് അങ്ങ് ഒട്ടിച്ചേരുവാണ്. കംപ്ലീറ്റ്ലി ഹെവിയർ വെയിറ്റ് ആണ്. ജസ്റ്റ് ഞാൻ ഈ ഫിംഗറിൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്ത് ഒരിക്കൽ കൂടി ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ്ലി ലിഫ്റ്റ് ചെയ്ത് ട്രൈ. ടു ഡിഫിക്കൽട്ട്? കുറച്ച്. ഞാൻ വീണ്ടും ഹെവിയർ ആയിട്ടൊന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് മെഹറിൻ്റെ പേര് ഈ ബ്രെയിനിൽ നിന്ന് കംപ്ലീറ്റ്ലി വാനിഷ് ആവും. ക്ലോസ് യുവർ ഐസ് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് റിലാക്സ്. ഇപ്പോൾ മെഹറിനോട് മെഹറിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ മെഹറിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. കംപ്ലീറ്റ്ലി ബ്ലാങ്ക്, നോ ഐഡിയ. ഞാൻ കംപ്ലീറ്റ്ലി ഈ ബ്രെയിനിൽ നിന്ന് ആ പേര് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ്ലി ഇറ്റ്സ് ഗോൺ. ഞാൻ ടച്ച് ചെയ്യുന്ന സമയത്ത് പ്ലീസ് വേക്കപ്പ്. Are you okay? ഓക്കെ. കൈ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ച് ടൈറ്ററായിട്ട് പിടിക്കൂ. ഇത് കൈയല്ല, മറിച്ച് ഇതൊരു മെറ്റൽ റാഡാണെന്ന് ഇമാജിൻ ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി ഒരു മെറ്റൽ റാഡാണ് എന്ന് ഇമാജിൻ ചെയ്യുക. കംപ്ലീറ്റ്ലി എ മെറ്റൽ റാഡ്. Close your eyes. Take a deep breath in and tighter, more tighter, more tighter, and tighter. The steel metal rod ആണ്. കംപ്ലീറ്റ്ലി എ സ്റ്റീൽ മെറ്റൽ റാഡ്. ഇത് ഒരിക്കലും ബെൻഡ് ചെയ്യാൻ സാധിക്കാത്ത, ഇമ്പോസിബിൾ, ഇത് ബെൻഡ് ചെയ്യാൻ ഒരിക്കലും സാധിക്കാത്ത ഒരു കംപ്ലീറ്റ്ലി സ്ട്രോങ് മെറ്റൽ റാഡാണ്. കണ്ണ് മാത്രം മെല്ലെ തുറക്കുക. ഈ സ്റ്റീൽ മെറ്റൽ റാഡിലേക്ക് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കംപ്ലീറ്റ്ലി ബെൻഡ് ചെയ്യാൻ സാധിക്കാത്ത, കംപ്ലീറ്റ്ലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ മെറ്റൽ റാഡാണ്. ജസ്റ്റ് ട്രൈ ചെയ്യാം ഇത് ബെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇമ്പോസിബിൾ. പോസിബിൾ ആണോ? ബെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നോ. ഞാനിങ്ങനെ ടച്ച് ചെയ്ത് ഹെഡിൽ തൊടുന്ന സമയത്ത് 7 എന്ന് പറയുന്ന നമ്പർ കംപ്ലീറ്റ്ലി ഇൻ യുവർ ബ്രെയിൻ അത് വാനിഷ് ആവും. പിന്നെ അങ്ങനെ ഒരു നമ്പർ താങ്കൾക്ക് ഉണ്ടാവില്ല. 6 കഴിഞ്ഞാൽ 8 എന്ന് മാത്രമേ താങ്കൾക്ക് പറയാൻ പറ്റുള്ളൂ. 1 ഗോൺ. റിലാക്സ്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ആ നമ്പർ പോകുന്നു. ആ കൂട്ടത്തിൽ കൈ ഭയങ്കര ഈസി ആയിട്ട് സോഫ്റ്റായിട്ട് പോവാണ്. ഈസി. ബെൻഡ് ചെയ്യാൻ പറ്റും. സിംപ്ലി ബെൻഡ് ചെയ്യാൻ പറ്റും. എക്സലൻറ്റ്. Meher, on the count of 3, please wake up. 1, 2, and 3. Please wake up. Hi, how's you feel? Yeah, good. Good? Okay. ഇത് ഇത്തിരി പാടായിരുന്നു അല്ലേ ലിഫ്റ്റ് ചെയ്യാനായിട്ട്? കുറച്ച്. അല്ലേ? ഹെവിയർ ആയിട്ട് ഫീൽ ചെയ്തു. റൈറ്റ്? ഓക്കെ. വാട്ട്സ് യുവർ നെയിം? മെഹർ. ഓക്കെ. ആൻഡ് സ്ലീപ്പ്. കൈ ഫിംഗേഴ്സ് ഇങ്ങനെ എടുത്ത് വെച്ച്, ആ കൈ എടുത്ത് വെച്ച്, രണ്ട് കൈ ഇങ്ങനെ എടുത്ത് വെച്ച് ഇത് കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇത് 1 1 1
2, 3, 4, 5, 6, 7, 8. 7 പറയാൻ ഡിഫിക്കൽട്ട് ഉണ്ടോ? I don't know. That number is still What is 8, 9, 10, റിവേഴ്സ് നമുക്ക് കൗണ്ട് ചെയ്യാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. സ്ലീപ്പ് ആൻഡ് റിലാക്സ്. എൻ്റെ ശബ്ദങ്ങളെ മാത്രം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരിക്കുക. എൻ്റെ വോയിസിനെ മാത്രം ഫോളോ ചെയ്യുക. നിങ്ങൾ ഒട്ടും സ്കെപ്റ്റിക് ആകാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളുടെ ഇമാജിനേഷനാണ് ഈ ഹിപ്നോസിസ് എന്ന് പറയുന്ന ആർട്ടിൻ്റെ ഏറ്റവും ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ പ്യൂരിറ്റി ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ വേറെ ചിന്തകളിലേക്കൊന്നും പോകരുത്. മറ്റു ചിന്തകളിലേക്കൊന്നും നിങ്ങൾ പോവാതെ കംപ്ലീറ്റ്ലി അതിലേക്ക് മാത്രം ഡീപ്പൻ ആകുക. നിങ്ങൾ നല്ല തണുപ്പുള്ള അന്റാർട്ടിക്കയിൽ യാത്ര ചെയ്തു. ആ അന്റാർട്ടിക്കയിലെ യാത്ര നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ആസ്വദിച്ചു. ഇനി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു റിയാലിറ്റി ഫോം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ റിയാലിറ്റി എങ്ങനെയാണ്? നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ കാലിൻ്റെ പാദത്തിലേക്ക് നിങ്ങളുടെ മൈൻഡ് കൊണ്ടുവരുന്നു. അതിൻ്റെ മസിൽസുകൾ കംപ്ലീറ്റ് റിലാക്സ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. കംപ്ലീറ്റ് അതിൻ്റെ മസിൽ പോർട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്യുക. ആൻഡ് ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. വൺ മോർ. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇപ്പോൾ കാലിൻ്റെ പാദം കംപ്ലീറ്റ് പഞ്ഞി പോലെ സോഫ്റ്റായി മാറിയതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നു. വൺസ് അഗൈൻ ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ആൻഡ് റിലാക്സ്. ഇപ്പോൾ നിങ്ങളുടെ കാലിൻ്റെ മുട്ട് മുതൽ നിങ്ങളുടെ കാലിൻ്റെ പാദം വരെയുള്ള ഭാഗത്തെ കംപ്ലീറ്റ് മസിൽസും റിലാക്സ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ആൻഡ് റിലാക്സ്. നിങ്ങളുടെ മുട്ട് മുതൽ നിങ്ങളുടെ ഹിപ്പ് വരെയുള്ള കംപ്ലീറ്റ് മസിൽ പാർട്ടുകളും സോഫ്റ്റ് ആകുന്നു, റിലാക്സ് ആകുന്നു. മസിലുകൾ കംപ്ലീറ്റ് പഞ്ഞി പോലെ ആകുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആൻഡ് ടേക്ക് ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. നിങ്ങളുടെ ഇമാജിനേഷനാണ് ഇതിൻ്റെ ക്രിയേറ്റിവിറ്റി. നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് ഇമാജിൻ ചെയ്യുന്നോ അതാണ് അതിൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്യുക. കംപ്ലീറ്റ് എൻ്റെ വാക്കുകൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റൊമക്ക്, നിങ്ങളുടെ ഹിപ്പ് പോർഷൻസിൻ്റെ മസിൽസുകൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്യുക. ആൻഡ് ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ആൻഡ് റിലാക്സ്. നിങ്ങളുടെ ചെസ്റ്റ്, നിങ്ങളുടെ ബാക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുക. ഇതിൻ്റെ മസിൽസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തളർത്തി പഞ്ഞി പോലെ യാതൊരു വെയിറ്റും ഇല്ലാത്ത ഒന്നായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്യുക. ആൻഡ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ വൺ മോർ ആൻഡ് സ്ലോലി ഡൗൺ. എക്സലൻറ്റ്. നിങ്ങളുടെ ഷോൾഡേഴ്സ് രണ്ടുപേരുടേതും ഭയങ്കര ടൈറ്റാണ്. അതിനെ മാക്സിമം ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. റിലാക്സ് ചെയ്യുക. കംപ്ലീറ്റ്ലി പഞ്ഞി പോലെ നിങ്ങൾ ക്ലോസ് ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ആൻഡ് റിലാക്സ്. നിങ്ങളുടെ നെക്കിന്, നിങ്ങളുടെ ഹെഡിന് നല്ല ഹെവി വെയിറ്റ് തോന്നുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അതിനെ റിലാക്സ് ചെയ്യുക. എന്നിട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾ ഒരു സൈഡിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചരിക്കാം, അല്ലെങ്കിൽ മുമ്പിലേക്ക് നിങ്ങൾക്ക് കുമ്പിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് കൊണ്ട്, റിലാക്സേഷൻ കൊണ്ട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മസിൽസ് കംപ്ലീറ്റ് റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറേ ഫ്രീ ആവാൻ പറ്റും. ആൻഡ് ടേക്ക് ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ആൻഡ് റിലാക്സ്. ആൻഡ് ടേക്ക് ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ആൻഡ് റിലാക്സ്. ഇപ്പോൾ നിങ്ങളൊരു ഹാർഡ് സ്ലീപ്പിലേക്ക് നിങ്ങൾ പോവുകയാണ്. ഞാൻ 10 മുതൽ 0 വരെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോർമലി ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. 9. ടേക്ക് ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇപ്പോൾ നിങ്ങളൊരു സ്ലീപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 10% നിങ്ങൾ ഒരു സ്ലീപ്പിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 8. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. 20% ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് 7. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. 6. deeper and deeper, deeper and deeper, sinking, drifting and floating, and deeper and deeper. 5. Breathe in, breathe out, breathe in, breathe out. 4. Excellent. നിങ്ങൾ 60% കംപ്ലീറ്റ്ലി
റിയാലിറ്റിയിൽ നിന്ന് മാറി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഉറക്കത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ്. ആൻഡ് 3, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ഡീപ് സ്ലീപ്പ്, ഡീപ് സ്ലീപ്പ്, ഡീപ് സ്ലീപ്പ്, ഡീപ് സ്ലീപ്പ്, ആൻഡ് ഡീപ് സ്ലീപ്പ്. 2, sleep, 2, sleep, 1, deeper and deeper and deeper, and 0, completely relax, completely sleep, completely react. ഏറ്റവും മനോഹരമായ ഒരു അനുഭൂതിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. ഏറ്റവും ശാന്തമായി നിങ്ങൾ കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ, നിങ്ങളുടെ മനസ്സിലൂടെ വരുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ ഒരു പുൽത്തകിടിയാണ്. ഒരുപാട് പൂക്കളും പക്ഷികളും മൃഗങ്ങളും ഒക്കെയുള്ള മനോഹരമായ ഒരു പുൽത്തകിടി. ഇവിടെ നിങ്ങളൊരു പാർക്കിലിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന പാർക്കിനകത്ത് നിങ്ങളുടെ തൂളത്ത് ഒരുപാട് പൂമ്പാറ്റകൾ വന്നിരിക്കുന്നു. ഒരുപാട് പക്ഷികൾ നിങ്ങളോട് മുറുമുറുത്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് മൃഗങ്ങൾ നിങ്ങളെ കൈയും കാലും ചെവിയും ഒക്കെ വെച്ചിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങളിത് മനോഹരമായിട്ട് ആസ്വദിക്കുകയാണ്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ മൂവിക്കകത്ത് ഇരിക്കുന്നത് പോലെ ഗംഭീരമായ ഒരു കാഴ്ച നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ലോലി ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, ആൻഡ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ആൻഡ് റിലാക്സ്. നിങ്ങൾ ഉണർന്നു കഴിയുന്ന സമയത്ത്, ഞാൻ സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉണർന്നു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട പൃഥ്വിരാജ്, മോഹൻലാൽ, ടൊവിനോ ആൻഡ് മമ്മൂട്ടി ഇവരെയൊക്കെ നിങ്ങൾ കാണാൻ പോവാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട പൃഥ്വിരാജ്, മോഹൻലാൽ, ടൊവിനോ, മമ്മൂട്ടി ഇവരെ നിങ്ങൾ കാണാൻ പോവാണ്. എത്രത്തോളം നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അത്രയും മനോഹരമായിട്ട് നിങ്ങൾ കാണാൻ പോവാണ്. ഓൺ ദി കൗണ്ട് ഓഫ് 3, പ്ലീസ് സ്ലോലി വേക്ക് അപ്പ്. 1, 2, 3. വേക്ക് അപ്പ്. സ്ലോലി കണ്ണ് തുറക്കുക. ആരെയൊക്കെ കാണുന്നേ? അപ്പച്ചൻ, ശാന്തനു, ജോ, കണ്ണുകളൊന്ന് സ്ലോലി ക്ലോസ്. ഇനി നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് കസേരയിൽ ഇരിക്കുന്നത് കംപ്ലീറ്റ്ലി പൃഥ്വിരാജ് ആയിരിക്കും. One, 2, 3. വേക്കപ്പ്. ഇപ്പം ആ കസേരയിൽ ഇരിക്കുന്നവരാണ്. ആ കസേരയിൽ ഇരിക്കുന്ന സോറി ചേട്ടാ, എനിക്ക് തോന്നുന്നു. കംപ്ലീറ്റ്ലി ഒന്ന് റിലാക്സ് ആയിട്ട് തന്നെ, കൈയൊക്കെ കംപ്ലീറ്റ്ലി റിലാക്സ് ആയിട്ട് തന്നെ. ഓക്കെ, എൻ്റെ ഈ കൈയിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് സ്ലോലി താങ്കളുടെ കണ്ണിനോട് അടുത്ത് വരുന്ന സമയത്ത് താങ്കളുടെ കണ്ണിന് ഭാരം അനുഭവപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യും. ക്ലോസ് യുവർ. ഇത് കംപ്ലീറ്റ്ലി കണ്ണിനോട് അടുക്കും തോറും കണ്ണിന് ഭയങ്കരമായിട്ട് ഭാരം ഫീൽ ചെയ്യും. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് റിലാക്സ്. Close your eyes and sleep, sinking, drifting and floating, and deeper and deeper and relax. Sinking, drifting and floating, and deeper and deeper. ഞാൻ ഓരോ പ്രാവശ്യവും ഇങ്ങനെ സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് മെഹറിന് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. 1 and deeper and deeper. On the count of 3, please wake up. 1, 2 and 3. Slowly wake up. How's you feel? കൈക്കാണ്. കൈ മാക്സിമം റിലാക്സ് ചെയ്യുക. കംപ്ലീറ്റ്ലി മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്ത് വയ്ക്കുക. Look at me. Take a deep breath in
and relax, sleep, sinking, drifting and floating. ഞാൻ മെഹറിൻ്റെ ഹെഡിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് മെഹറിൻ്റെ പേര് കംപ്ലീറ്റ്ലി അൺനോൺ ആയി മാറും. കംപ്ലീറ്റ്ലി ഈ ബ്രെയിനിൽ നിന്ന് അത് ഡിലീറ്റ് ആയി മാറും. താങ്കൾക്ക് താങ്കളുടെ പേരെന്താണെന്ന് അറിയില്ല. ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. On the count of 3, please wake up. Slowly open your eyes. Slowly open your eyes. Hi. How's it? Huh? Yeah. Good. Happy അല്ലേ? ഹാപ്പിയാണ്. ടെൻസ്ഡ് ആണോ? അല്ല. ഇല്ല. ഞാൻ വെറുതെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. രാവിലെ എന്താ കഴിച്ചേ? അപ്പം. അപ്പം. പിന്നെ? മുട്ടക്കറി. അപ്പം മുട്ടക്കറി. What's your name? Your name? What's your name? വരുന്നില്ല. നാവിൻ്റെ തുമ്പിലുണ്ടോ? അതെ, ഇവിടെ പേരുണ്ടെന്ന് കരുതുക. ഓക്കെ, കംപ്ലീറ്റ്ലി ആ നെയിം ഞാനിങ്ങനെ കൈ കൊണ്ടുവന്ന് നെറ്റിയിൽ മുട്ടുന്ന സമയത്ത് ആ പേര് കംപ്ലീറ്റ്ലി താങ്കൾക്ക് തിരിഞ്ഞു വരും, തെളിഞ്ഞു വരും. വാട്ട്സ് യുവർ നെയിം? My name is Meher. മെഹർ. താങ്ക് യു മെഹർ. എക്സലൻറ്റ്. മെഹർ, ഞാനിങ്ങനെ വീണ്ടും ഞാനിങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കംപ്ലീറ്റ്ലി പവർ ലോസ് ആവും. അതായത് ഒരു ചെറിയ വസ്തുവിനെ പോലും എടുത്ത് ഉയർത്താനുള്ള കപ്പാസിറ്റി കംപ്ലീറ്റ്ലി ലോസ് ആവും. കംപ്ലീറ്റ്ലി ലോസ്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ റിങ്, ഇതെൻ്റെ വെഡിങ് റിങ്ങാണ്. ഞാൻ ഈ ടേബിളിൽ ഞാൻ റിങ് വെക്കുകയാണ്. എനിക്കത് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ഈസി ഒന്ന് ട്രൈ ചെയ്ത് വെറുതെ ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാം. ബട്ട് മെഹറിന് ഇതൊരു കാരണവശാലും ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഹെവിയർ വെയിറ്റ് ഉള്ളൊരു സാധനമായിട്ട് മാറും. കംപ്ലീറ്റ്ലി ഇറ്റ് സ്റ്റക്ക് ഓൺ ദ ടേബിൾ. യു ക്യാൻ ട്രൈ. ഒരിക്കലും അത് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓരോ പ്രാവശ്യം ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴും അതിൻ്റെ വെയിറ്റ് ഭയങ്കര ഹെവിയർ ആവും. ഹെവിയർ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇംപോസിബിൾ. എത്ര ഹാർഡായിട്ട് നോക്കിയിട്ടും ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. എക്സലൻറ്റ്. ആൻഡ് താങ്ക് യു. ആൻഡ് ബിൽറ്റ. ഞാൻ ബിൽറ്റയുടെ കയ്യിൽ സെറ്റ് ഓഫ് പ്ലെയിൻ കാർഡ്സ്. ഇതിൽ ഒരു കാർഡ് ഞാൻ വെറുതെ ഇതിൽ നിന്നൊരു കാർഡ് എടുക്കുകയാണ്. എനിക്കിഷ്ടം തോന്നിയൊരു കാർഡ് എടുക്കുകയാണ്. ബിൽറ്റ എന്നെ ശ്രദ്ധിക്കണം. എൻ്റെ കയ്യിൽ 52 കാർഡ്സ് ഉണ്ട്. ഇതിൽ നിന്ന് ഞാനൊരു കാർഡ് എടുത്തിട്ട് ബിൽറ്റ ആ കാർഡ് ഏതെന്ന് പറയുകയാണെങ്കിൽ രസമുള്ളൊരു കാര്യമാവും. കൺഫ്യൂസ് ആയില്ലേ? കൈ ഇങ്ങനെ വശേ. ഓക്കെ, ഞാൻ ഇതിൽ നിന്ന് ഒരു കാർഡ് എടുക്കാം. 1 കാർഡ്. ഈ കാർഡ് ഏത് വേണമെങ്കിലും ആകാം. 52 കാർഡിൽ ഏത് കാർഡ് വേണമെങ്കിലും ആവാം. ഓക്കെ, എൻ്റെ കണ്ണിലേക്ക് ശ്രദ്ധിച്ചേ. 52 കാർഡിൽ 26 ബ്ലാക്ക് കാർഡുണ്ട്, 26 റെഡ് കാർഡുണ്ട്. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന റെഡ് ഓർ ബ്ലാക്ക് പറയും. റെഡ് ആണെങ്കിൽ ഡയമണ്ട് ഉണ്ട്, ഹാർട്ട് ഉണ്ട്. ഈ രണ്ട് ഷേപ്പിൽ ഏത് ഷേപ്പാണ് മനസ്സിൽ വരുന്നത്? ഡയമണ്ട്. ഓക്കെ, ഡയമണ്ട് ആണെങ്കിൽ Ace 2 3 4 5 6 7 8 9 10 ജാക്ക് ക്യൂൻ കിങ്. പിക്ചർ കാർഡ് ആൻഡ് നമ്പർ കാർഡ്. പിക്ചർ കാർഡ് ഓർ നമ്പർ കാർഡ്? നമ്പർ കാർഡ്. ഏതാണ് നമ്പർ? 9 ഓഫ് ഡയമണ്ട്. ഇത് 9 ഓഫ് ഡയമണ്ട് ആയി എങ്ങനെ ഉണ്ടാവും? ഒരിക്കലും സാധ്യമല്ല. ഒന്ന് ട്രൈ ചെയ്തേ. 9 ഓഫ് ഡയമണ്ട്. എൻ്റെ കണ്ണിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. കാർഡ്സ് ടോപ്പിൽ വെച്ചു. ഓക്കെ, എൻ്റെ ഈ കൈ ഇങ്ങനെ കണ്ണിനോട് ചേർന്ന് വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് റിലാക്സ്. കണ്ണിലേക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കണ്ണിന് ഭാരം അനുഭവപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. കംപ്ലീറ്റ്ലി കണ്ണ് ലോക്ക് ആവുകയാണ്. അപ്പോൾ എൻ്റെ ഈ കൈയുടെ പോയിന്റിലേക്ക് മാത്രമേ ശ്രദ്ധയുള്ളൂ. ആൻഡ് ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ക്ലോസ് യുവർ ഐസ് and relax, sinking, drifting and floating and deeper and deeper. മെൽറ്റ കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ് സ്റ്റേറ്റിലാണ്. ഞാൻ വെറുതെ കൈകൊണ്ട് ഹെഡിൽ ടച്ച് ചെയ്യുന്ന സമയത്ത്
7 എന്ന് പറയുന്ന നമ്പർ കംപ്ലീറ്റ്ലി ഗോൺ ഇൻ യുവർ മൈൻഡ്. On the count of 3, please wake up. How's it? Okay. Clear? വെറുതെ കൈയുടെ ഫിംഗേഴ്സ് ഇങ്ങനെ എടുത്ത് നിവർത്തി വെച്ച്. ഓക്കെ, ഞാൻ ചോദിക്കുകയാണ്. നമ്പർ 1 പറഞ്ഞേ. 1, 2, 3, 4, 5, 6, 8, 8, 8, 9, 10. 2 8 ഉണ്ടോ? കൗണ്ട് ചെയ്യാം ഒന്നുകൂടെ. 1, 1, 2, 3, 4, 5, 6, 8, 8, 9, 10. 2 പ്രാവശ്യം 8 ഉണ്ട്. ശരിക്കും 10 ഫിംഗേഴ്സ് ആണുള്ളത് അല്ലേ? 2 തവണ 8 വരുന്നു അല്ലേ? ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ നമ്പർ തിരികെ വരുന്നതായിട്ട് ഫീൽ ചെയ്യാം. ഒന്നര കൗണ്ട് ചെയ്തേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10. മുമ്പ് എന്തായിരുന്നു കൺഫ്യൂഷൻ സംഭവിച്ചത്? 7. ഇല്ലായിരുന്നോ? 7 പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു. പറഞ്ഞെന്ന് തോന്നുന്നോ? എനിക്കറിയത്തില്ല, അതൊക്കെ അവർ പറയും, പ്രേക്ഷകർ പറയും. 7 പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്ത് വെച്ച്, കംപ്ലീറ്റ്ലി രണ്ടുപേരും റിലാക്സ് ആയിട്ട് വെച്ച്, എന്നിട്ട് ഈ കൈ കംപ്ലീറ്റ്ലി ടേബിളിൽ വെക്കുക, ഈ കൈ ടേബിളിൽ വയ്ക്കുക, ബാക്കി കൈ റിലീസ് ചെയ്ത് വെച്ചു, ഈ കൈ മാത്രം. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, ഇങ്ങനെ ഇതേപോലെ പിടിക്കുക. എൻ്റെ കയ്യിലൊരു സൂപ്പർ ഗ്ലൂ ഉണ്ട്. കംപ്ലീറ്റ്ലി ആ സൂപ്പർ ഗ്ലൂ ഞാൻ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ്. കംപ്ലീറ്റ്ലി ഓരോ ഫിംഗേഴ്സിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ്. ടൈറ്റാ 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 ടൈറ്റാ. ഇവിടെയും സൂപ്പർ ഗ്ലൂസ് കംപ്ലീറ്റ്ലി ഇതിന് ഇടയിൽ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. ഐം ടൈറ്റാം 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 അമ്മോ ടൈറ്റാം അമ്മോ ടൈറ്റാം 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 ടൈറ്റാം. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ ടേബിളിൽ നിന്ന് ഈ കൈ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പോസിബിൾ അല്ല. കംപ്ലീറ്റ്ലി ഇവിടെ സ്റ്റക്കാണ്. കംപ്ലീറ്റ്ലി സൂപ്പർ ഗ്ലൂ കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി സ്റ്റക്കാണ്. ഇറ്റ് ഈസ് ഇംപോസിബിൾ. 1, 2, 3 ലിഫ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യൂ. ഇംപോസിബിൾ. Is it easy? No. Is it easy? No. ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റും. Excellent. And take a deep breath in and relax and sleep. Sinking, drifting and floating and deeper and deeper and relax. അപ്പം നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടത്തോടുകൂടി കാണാൻ പോവാണ്. ലോകമെമ്പാടുമുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന, എനിക്കും വളരെ ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടമുള്ള ഷാറുഖ് ഖാൻ അവിടെ ഒരു കസേരയിൽ ഇരിക്കുന്നു. നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയണം ഷാറുഖ് ഖാനോട് എന്ത് ചോദിക്കുമെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് മനസ്സിലാദ്യം നിങ്ങൾ കൊണ്ടുവയ്ക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഹെഡിൽ ഒന്നുകൂടെ ടച്ച് ചെയ്യും. ഈ ടച്ച് ചെയ്യുന്ന സമയത്ത് ഷാറുഖ് ഖാൻ ഈ റൂമിൽ കസേരയിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. On the count of 3, please open your eyes. 1, 2 and 3. ഇപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്ന ആരാണെന്ന് നോക്കിയേ. ഒന്ന് ടേൺ ചെയ്തേ. ഇപ്പൊ എനിക്ക് മനസ്സിലായി അപ്പുചേട്ടനാണ്. പക്ഷെ പെട്ടെന്ന് കണ്ണു പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് എനിക്ക് മറ്റേ നമ്മുടെ ആ സൂര്യകാന്തിയുടെ ഇടയിലൊക്കെ നിൽക്കുന്ന ഷാരൂഖ് ഖാന്റെ സിനിമയുടെ പേരെന്തായിരുന്നു? ഇവിടെ സൂര്യകാന്തി അല്ല, ഈ യെല്ലോ ഫ്രെയിമും ഇതൊക്കെ വന്നപ്പോ ഞാൻ പെട്ടെന്ന് നമ്മുടെ ദിൽവാലെ ദുൽഹനിയയിൽ ആ ഒരു ഫ്രെയിം ഇല്ലേ, അതിനകത്ത് നിൽക്കുന്ന പോലെ പെട്ടെന്ന് തോന്നി. ഇത് എവിടെ നിൽക്കുന്നതായിട്ട് തോന്നിയത്? എനിക്ക് അവിടെ ഇരിക്കുന്ന പോലെ തോന്നി. എന്നെ നോക്കി ഇപ്പൊ ഇല്ല, ഒറ്റ സെക്കൻഡിലേ എനിക്ക് തോന്നിയുള്ളൂ. തിരിഞ്ഞു നോക്കിയപ്പോ അപ്പുചേട്ടനായി.